പത്മരാജൻ ഭരതൻ ടീമിൻ്റെ പ്രയാണം എന്നുള്ള സിനിമ കണ്ടിട്ട് അവരോട് ഏറ്റവും കൂടുതൽ ആ രണ്ടുപേരോടുള്ള ഒരു എന്താണ് പറയുക, ഒരു ക്രേസ്ന്നോ എന്താ പറയുക, ആ സമയത്ത് കോളേജ് പഠിക്കുകയാണ് ഞാൻ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അത് വെച്ച് പുലർത്തിയിരുന്നവർ എന്നെ പോലൊരു സാധാരണ ഒരാളെ പത്മരാജൻ ഭരതൻ ടീമിൻ്റെ അവരുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ എന്താ പറയുക ഏറ്റവും വലിയ ഭാഗ്യം അതായിരുന്നു. കാരണം അവരോട് രണ്ടുപേരോടും അടങ്ങാത്ത ആരാധനയായിരുന്നു എനിക്ക്, എന്നെപ്പോലെയുള്ള കുറേ കോളേജ് സ്റ്റുഡൻസിന് ആ സമയത്ത്. അങ്ങനെ പത്മരാജൻ സാർ എൻ്റെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്ന് കണ്ടിട്ട് ബാലലോകത്തിൽ കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു. ക്യാമറ ടെസ്റ്റിന് പോയതൊക്കെ ഭയങ്കര തമാശയാണ്. അവിടെ പോയി മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാനും വേറൊരു പയ്യനും ഉണ്ട് ക്യാമറ ടെസ്റ്റിന്. ആ പയ്യനുണ്ട്. ഞങ്ങളോട് ക്യാമറയുടെ മുമ്പിൽ ഓരോന്നൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു, ചിരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ക്ലോസപ്പിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ആരോ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ കളിക്കുന്ന പയ്യൻ എന്തോ ഒരു തമാശ കാണിച്ചപ്പോൾ നിനക്ക് ചിരി വന്നു, അങ്ങനത്തെ ചിരിക്കാൻ പറഞ്ഞു. നമുക്ക് വല്ല പിടിയുണ്ടോ അത് എന്താണെന്നുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു. എന്തായാലും എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ മറ്റേ പയ്യനെ സെലക്ട് ചെയ്തില്ല. പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് ഭരതേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിനക്കൊരു വിചാരമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയൊന്നുമില്ല, മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു, അതുകൊണ്ടാണ് അതെന്നെ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു ഭരതേട്ടൻ. അതായിരുന്നു ഭരതേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം അതാണ് ഓർമ്മ വരിക എനിക്ക്.